സമ്മാന പുണ്യം നിറച്ച് കർക്കിടകം പിറന്നു. രാമായണ മാസാചരണത്തിന്റെ തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. ഭക്തിയുടെയും തീർത്ഥാടനത്തിന്റെയും പുണ്യമാസത്തിൽ തുഞ്ചന്റെ കിളിമകൾ ചൊല്ലും കഥകൾക്കായി മലയാളികൾ ഇന്നു മുതൽ കാതോർക്കും. വീടുകളിൽ രാമരാമധ്വനി മുഴങ്ങുന്ന ധന്യമാസമാണ് കർക്കിടകം. ശ്രീരാമൻ എന്ന മര്യാദാ പുരുഷോത്തമനായ രാജാവിന്റെ യാത്രകളാണ് രാമായണം. ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ പഞ്ഞമാസമായി ചിത്രീകരിക്കപ്പെട്ട കർക്കിടകം ആധ്യാത്മികതയുടെ പുണ്യം നെറുകയിൽ ചൂടുന്ന രാമായണ മാസമായി മാറുന്നത് 1982 കൊച്ചിയിൽ നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൽ പി പരമേശ്വർജിയുടെ ആഹ്വാനത്തിലൂടെയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൽ ഉയർന്നുവന്ന തീരുമാനം മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തു. തോരാതെ മഴ പെയ്തിരുന്ന കർക്കിടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കിടകവും കള്ളക്കർക്കിടകവുമാണ്. കർക്കിടകത്തിന്റെ ക്ലേശത്തിനിടയിലും മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനാണ് രാമായണ പാരായണം. കേൾവിയിൽ സുഹൃതമേകാൻ രാമകഥകൾ പെയ്യുന്ന കർക്കിടക മാസത്തെ ഓരോ ഭവനങ്ങളും ആഘോഷമാക്കുകയാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ സിരകളിലൂടെ രാമായണം എന്ന ഇതിഹാസം കാലങ്ങളായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ജനതയുടെ സംസ്കാരത്തെയും ജീവിതത്തെയും കഥകളുടെയും കവിതകളുടെയും പട്ടുനൂലിൽ കൊരുത്ത് ലോകത്തിനായി സമ്മാനിച്ചിരിക്കുകയാണ് രാമായണത്തിൽ. ഭാരത സംസ്കാരത്തിന്റെ മഹത്വത്തെ ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്യുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് വഴികാട്ടുകയും ചെയ്യുന്നു. രാമായണം വായിച്ചു തീരുമ്പോൾ മനസ്സിലെ രാഗവിദ്വേഷങ്ങൾ കത്തി ചാമ്പലാകുമെന്നാണ് വിശ്വാസം. തുളസിയിലയിൽ വീണ മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധമാകണം അന്തരംഗം. അപ്പോൾ മാത്രമേ നുകരാനാകൂ സാരാനുഭൂതിക്ക് സാമ്യമില്ലാത്ത രാമകഥാമൃതത്തിന്റെ പൂർണ്ണാനന്ദം. എല്ലാവർക്കും VMTVയുടെ കർക്കിടക ദിന ആശംസകൾ നേരുന്നു. സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. 50 രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു.